ഫൈനലി നത്തിങ് ഫോൺ 2 എന്ന് പറഞ്ഞ ഫോൺ സത്യസന്ധമായും ഒരു ഫോൺ തന്നെയാണ്. അതെ അത് ഓൾറെഡി ഫോണാണല്ലോ. എനിവേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ ഡിസൈൻ ലീക്കായിരുന്നു. ഇപ്പോൾ ഇത് അതിൻ്റെ ഫുൾ സ്പെസിഫിക്കേഷൻസും ലീക്ക് ആയിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ നത്തിങ് ഫോൺ 2 പറ്റി കാര്യമായിട്ട് ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഒരു ലീക്ഡ് വീഡിയോ ആണ്, മീൻസ് ആ ഒരു സ്പെസിഫിക്കേഷൻ ലീക്ക് വീഡിയോ ആണിത്. അപ്പം ഏറെക്കുറെ കൺഫേം ആണ്, സാധനം മൊത്തത്തിൽ കൺഫേം ആണ്. പിന്നെ ഫെബ്രുവരി 27 ലോഞ്ച് ചെയ്യാനൊരു സാധ്യത ഉണ്ടെന്ന് പറഞ്ഞൊരു ലോഞ്ച് ഡേറ്റ് കൂടെ വന്നിരിക്കുകയാണ്. അപ്പം MWC 2024 ജനുവരിയിൽ നടക്കുന്ന MWCയിലായിരിക്കും ഇത് ലോഞ്ച് ചെയ്യാൻ സാധ്യതയെന്നും പറയുന്നുണ്ട്. സോ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇന്ത്യയിൽ എന്തായാലും ലോഞ്ച് ഉണ്ട്, അത് കൺഫേം ആണ്. ഇന്ത്യയിലും ചില സ്ഥലത്തൊക്കെ ലോഞ്ച് ഉള്ളൂ. എനിവേ നമുക്ക് ഈ ഒരു ഫോണിന്റെ ഫുൾ ഡീറ്റെയിൽ സ്പെസിഫിക്കേഷനിലേക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച് നത്തിങ് ചിലപ്പോൾ IPS LCD വെക്കുമെന്ന്. പക്ഷേ ഭാഗ്യത്തിന് 6.7 ഇഞ്ചിന്റെ ഒരു ഫുൾ HD+ AMOLED ഡിസ്പ്ലേ തന്നെയാണ് വെച്ചേക്കുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും ഉണ്ട്. ഫ്ലെക്സിബിൾ AMOLED ആണോ എന്നുള്ളത് കൺഫേം അല്ല. മേ ബി ഫ്ലെക്സിബിൾ തന്നെ വെക്കുമായിരിക്കും, കാരണം ബെസലിനെ പറ്റി അവർക്ക് ഭയങ്കര ചിന്തയുള്ളതുകൊണ്ട്. അതായത് സാധാ ഫോൺ പോലെ ഈ ഫ്ലെക്സിബിൾ അല്ല റിജിഡ് AMOLED വെക്കുവാണെങ്കിൽ കുറച്ച് ചിഹ്നമൊക്കെ കാണും. അപ്പൊ അത് എനിക്ക് തോന്നുന്നത് അവർക്ക് വലിയ താല്പര്യമില്ലാത്ത മേഖലയാണ്. ഡിസൈൻ ഭയങ്കര കോൺസെൻട്രേഷൻ ആണ്. മേ ബി ഫ്ലെക്സിബിൾ തന്നെ ആയിരിക്കും വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ വിൽ ബി വെരി ഗുഡ്. എന്തായാലും നോക്കാം. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിന്റെ പ്രധാനപ്പെട്ട ആകർഷണത്തിലേക്ക് കിടക്കാം. പ്രധാനപ്പെട്ട ഒരു പരിധിയിലൊക്കെ പറയാം. ഇപ്പം പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് മീഡിയാടെക്കിന്റെ Dimensity 7200 അൾട്രയാണ്. ഐ മീൻ ഉൾട്ര. ഈ ഒരു ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യമേ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞായിരുന്നു മീഡിയാടെക്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മീഡിയാടെക് സ്നാപ്ഡ്രാഗണിൽ നിന്ന് ഒരു മാറിയോ. 7 Gen 3 ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചു. എനിവേ 7200 നല്ല ചിപ്സെറ്റാണ്. C7 Pro യൂസ് ചെയ്യുന്നവർക്ക് നന്നായിട്ട് അറിയാമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പം 25,000 റേഞ്ചാണ് ഈ ഒരു ചിപ്സെറ്റിന്റെ മാർക്കറ്റ് ഒരു പ്രൈസ് എന്ന് പറഞ്ഞത്. 30,000 താഴെ 26 വരെ മാക്സിമം, അതിന് മേളിലോട്ടൊക്കെ ഒരു ഓവർ പ്രൈസ്ഡ് ആണ്. എനിക്ക് തോന്നുന്നത് ഇവർ ഓവർ പ്രൈസ്ഡേ വെക്കുള്ളൂ. പിന്നെ വല്ല സെയിൽ ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് റെക്കമെൻഡ് ചെയ്യാം. എന്തായാലും ലോഞ്ച് ആട്ടെ, നമുക്ക് അപ്പം നോക്കാം. അപ്പം Dimensity 7200 പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലേറ്റസ്റ്റ് ജനറേഷൻ കോഴ്സിൽ ഡിസൈൻ ചെയ്തൊരു ചിപ്സെറ്റ് ആണ്. അത്യാവശ്യം നല്ല പവർഫുൾ ചിപ്സെറ്റ് ആണ്. ഈവൻ GPUം പവർഫുൾ ആണ്. ഓൾറെഡി നമ്മൾ 7200 പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക. കൂടാതെ പല കമ്പാരിസനകത്ത് നമ്മൾ 7200 പലതായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പം സംഭവം അത്യാവശ്യം നല്ല ചിപ്സെറ്റ് ആയിരിക്കും. നോർമൽ ടാസ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ മീഡിയാടെക്കിന്റെ ആയതുകൊണ്ട് ISP എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല. ഇവരുടെ പ്രോസസിംഗ് നല്ലതാണ്. നമുക്ക് ക്യാമറ ഔട്ട്പുട്ട് നല്ല രീതിയിൽ പ്രതീക്ഷിക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ ക്യാമറ കാറ്റഗറി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്രാവശ്യം ലഭിക്കുന്ന 50 മെഗാപിക്സലിന്റെ സോണിയുടെ സെൻസർ അല്ല, സാംസങ്ങിന്റെ GN9 എന്ന് പറയുന്ന സെൻസറാണ്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഇരിക്കുന്ന നിയോ 7 പ്രോയ്ക്കകത്ത് GN5 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിന്റെ GN9 കൂടിയ സീരീസ് ഈ പറഞ്ഞ പ്രൈമറി ക്യാമറയാണ്. 50 മെഗാപിക്സലിന്റെ JN1 അൾട്രാവൈഡും ഉണ്ട്. ഡുവൽ ക്യാമറ സെറ്റ്, പ്രഹസനമില്ല. വളരെ സന്തോഷം. അപ്പം 50 മെഗാപിക്സൽ അൾട്രാവൈഡ് എനിക്ക് തോന്നുന്നു ഓൾറെഡി നത്തിങ് ഫോൺ 1, 2 ഈ സെയിം സാംസങ് JN1 തന്നെ ആയിരുന്നു തോന്നുന്നു അൾട്രാവൈഡ്. എനിവേ പ്രൈമറി ക്യാമറ സാംസങ്ങിന്റെ സെൻസറാണ്. അത്യാവശ്യം നല്ല കേപ്പബിൾ സെൻസറാണ്. കാരണം നിയോ 7 പ്രോയ്ക്കകത്ത് GN5 തന്നെ ഔട്ട്പുട്ട് വലിയ കുഴപ്പമില്ല. അപ്പം ഇതിനകത്ത് പ്രതീക്ഷയുണ്ട്. പക്ഷേ സോണി അവർ ഡിച്ച് ചെയ്തു. എനിക്ക് തോന്നുന്നത് ആ ഒരു ബഡ്ജറ്റ് തന്നെയാണ്. അപ്പം മൊത്തത്തിൽ കുറെ കോസ്റ്റ് കട്ട് ചെയ്ത്, അതായത് ആ ഒരു പ്രീമിയത്തിന്റെ പകുതി ലെവൽ, ഒരു മിഡ് റേഞ്ച് പ്രീമിയം ആണ് ഇവർ ഉദ്ദേശിക്കുന്നത് അറിയത്തില്ല. എനിവേ ക്യാമറ ഔട്ട്പുട്ട് നമുക്ക് ഇപ്പോൾ ഒന്നും പറയാനില്ല, നല്ലതാണെന്ന് പ്രതീക്ഷിക്കും. കാരണം ഇനീഷ്യലി ചിലപ്പോൾ ബോറായിരിക്കുമെങ്കിൽ അവർ പതുക്കെ സെറ്റ് ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഫോൺ 1 അങ്ങനെയായിരുന്നു, ഫോൺ 2 അങ്ങനെയായിരുന്നു. വളരെയേറെ ഇമ്പ്രൂവ് ആയി കഴിഞ്ഞു. എനിവേ നമുക്ക് നോക്കാം. സാംസങ്ങിന്റെ സെൻസറാണ്, പ്രതീക്ഷിക്കുകയുണ്ട്. കൂടാതെ 32 മെഗാപിക്സലിലെ സോണിയുടെ IMX 615 ആണ് ഫ്രണ്ട് ക്യാമറ. എനിക്ക് തോന്നുന്ന 4K ഫ്രണ്ട് റെക്കോർഡിംഗ് കാണേണ്ടതാണ്. ഈ ഒരു സെൻസറിനകത്ത് 4K ഫ്രണ്ട് റെക്കോർഡിംഗ് ഉണ്ട്. സോണിയുടെ സെൻസറാണ് ഫ്രണ്ട് ക്യാമറ വെച്ചിരിക്കുന്നത്. ഒരു നന്നായി, കാരണം പല ബ്രാൻഡുകളും ഫ്രണ്ട് ക്യാമറ മറന്നിരിക്കുകയാണ്. ഈ പറഞ്ഞ നിയോ 7 Pro ആണെങ്കിൽ പോലും ഫ്രണ്ട് ക്യാമറ അത്ര ഒരു ഗുഡ് അല്ല. എനിക്ക് തോന്നുന്നു സാംസങ് ആപ്പിളൊക്കെ അതിനകത്തൊരു ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഒരുമാതിരി കണക്കായിട്ടാണ് തോന്നുന്നത്. പിന്നെ Edge 40 നിയോയുടെയും വലിയ കുഴപ്പമില്ലാന്ന് കേട്ടു. പിന്നെ Infinix 030യുടെയും വലിയ കുഴപ്പമില്ലാന്ന് കേട്ടു. പക്ഷേ ബാക്കിയൊക്കെ ഇങ്ങനെ കണക്കാണ്. കൂടാതെ 1080p റെക്കോർഡിംഗ് ആണ്. ഇവർ 4K കൊണ്ടുവരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം ഈ ഒരു സെൻസർ 4K സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്യാമറ കാറ്റഗറി മൊത്തത്തിൽ ഓക്കെ, ഗുഡ്. ബാറ്ററിനെ പറ്റി അത്ര വ്യക്തത ഇല്ലെങ്കിലും 5000 mAh ബാറ്ററിയാണ് പറയപ്പെടുന്നത്. 5000 mAh, മേ ബി 30 വാട്ട്സിന്റെ ചാർജർ ആയിരിക്കും. ചാർജർ പെട്ടി തരത്തില്ല. ഒന്നും പറയാനില്ല അതിനകത്ത്. അപ്പോൾ ഈ ഒരു ഫോൺ മിക്കവാറും ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഇന്ത്യയിലും ജപ്പാനിലും കൂടാതെ യൂറോപ്പിലുമാണ്. പിന്നെ ഗ്ലോബലി US മാർക്കറ്റിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഗ്ലോബലി അതാണ് ഇപ്പം നിലവിൽ വന്നിരിക്കുന്ന ലീക്സ്. സോ സ്പെസിഫിക്കേഷൻ നോക്കിയിട്ട് ലീക്സും ഈ പറഞ്ഞ ഫോണിൻ്റെ ആ ലെവലൊക്കെ വെച്ച് ഭയങ്കര ആക്യുറേറ്റ് ആയിട്ട് തോന്നും. കാരണം ഈ ഒരു സ്പെസിഫിക്കേഷൻ മേക്ക് സെൻസ്. 25-26 റേഞ്ച് ഒക്കെ ആണെങ്കിൽ, 25 താഴെയാണെങ്കിൽ ബെസ്റ്റ്. 26 ഒക്കെയാണ് ഓക്കെ. 26 മേളിലോട്ട് വേണമെങ്കിൽ വലിയ താല്പര്യമില്ല. എനിവേ സംഭവം കൊള്ളാം. എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു സാധനം വരുന്നത് വരെ.
അപ്പം ഡിസൈൻ ഓൾറെഡി നിങ്ങളെല്ലാവരും ടെക് ന്യൂസിൽ കണ്ടു കാണുമായിരിക്കും. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു നോർമൽ ഡിസൈൻ ആയിട്ടാണ് തോന്നുന്നത്. അതെ, കാരണം മറ്റേന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടെ പ്രീമിയം ലെവല് ഒരു നത്തിങ്ങിൻ്റെ ആ ഒരു ഒരു ഐക്കോണിക് പാറ്റേൺ ഡിസൈനാണ്. ഇത് ഇച്ചിരി കൂടെ ഒരു മിഡ് റേഞ്ചിലേക്കാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ലെവല് കുറഞ്ഞ നത്തിങ്ങിൻ്റെ ഡിസൈനായിട്ടാണ് തോന്നുന്നത് എനിക്ക് പേഴ്സണലി. ഇനി നോക്കാം എന്തായിരിക്കും എന്നറിയത്തില്ല. അപ്പോൾ നത്തിങ് ഫോൺ 2നെ പറ്റി അറിയേണ്ടവർ പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഹാപ്പി ക്രിസ്മസ്, അത് ഞാൻ പറയാൻ മറന്നുപോയി. പിന്നെ 31-ാം തീയതിക്ക് മുമ്പ് നമ്മൾ 50K എത്തണമെന്നാണ് എല്ലാവരുടെയും ഒരു ആഗ്രഹമെന്ന് എനിക്ക് തോന്നുന്നു. നടക്കുമെന്ന് അറിയത്തില്ല. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും